ഗൈസ്, ഇന്ന് നമ്മളുടെ പാർട്ട് 2 ആണ് ഫെർട്ടിലൈസിങ് സീരീസിന്റെ. അതിനകത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എപ്സം സോൾട്ട് എന്ന് പറയുന്ന മഗ്നീഷ്യം സൾഫേറ്റിനെ പറ്റിയാണ്. മഗ്നീഷ്യം സൾഫേറ്റും അതായത് മഗ്നീഷ്യവും സൾഫറും അടങ്ങിയ ഈ കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ഫെർട്ടിലൈസർ ഒരു സെക്കൻഡറി ന്യൂട്രിയൻസിന്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. അതായത് മഗ്നീഷ്യം സൾഫറും ഒക്കെ സെക്കൻഡറി ന്യൂട്രിയൻസ് ആണ്, എന്നാലും മാക്രോ ന്യൂട്രിയൻസ് ആണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് അളവിൽ വേണ്ട ന്യൂട്രിയൻസ് ആണ്. ചെടികൾക്ക് ക്ലോറോഫില്ലിന്റെ പ്രൊഡക്ഷന് വേണ്ടി ഒരുപാട് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻ്റ് ആണ് ഈ മഗ്നീഷ്യം എന്ന് പറയുന്നത്. ഈ മഗ്നീഷ്യത്തിന്റെ കുറവ് അനുഭവപ്പെടുന്നത് നമുക്ക് എങ്ങനെ കാണാമെന്ന് വെച്ചാൽ, ഈ ചെടികളുടെ ഇലകളൊക്കെ മഞ്ഞ കളറിലേക്ക് മാറുന്നത് കാണാം. അതായത് നല്ല പച്ചപ്പുണ്ടായിരുന്ന ചെടികളുടെ ഇലകൾ പതിയെ പതിയെ അതിന്റെ ഷെയ്ഡ് നഷ്ടപ്പെട്ട് അത് മഞ്ഞ കളറിലേക്ക് മാറുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ചെടികളുടെ ടിപ്സ് ഒക്കെ ഇങ്ങനെ മുരടിച്ച പോലെ നിൽക്കുന്നത്, ഇതൊക്കെ മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. അതായത് ചെടി മുരടിച്ചു പോകും, അതിന് വളർച്ച ശരിക്കും കിട്ടത്തില്ല. അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫെർട്ടിലൈസർ ആണ് മഗ്നീഷ്യം. ഇത് കൂടുതലായിട്ട് എപ്പോൾ കൊടുക്കണം എന്ന് ചോദിച്ചാൽ, മഴയുള്ളപ്പോൾ തന്നെ. അതായത് നമ്മുടെ ചെടികൾ മഴയത്താണ് നിൽക്കുന്നതെങ്കിൽ നിരന്തരമായിട്ടുള്ള ഇങ്ങനെ വെള്ളം ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതിനകത്തുള്ള ന്യൂട്രിയൻസ് എല്ലാം തന്നെ ഒലിച്ചു പോകും. അപ്പൊ തീർച്ചയായിട്ടും മഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുക്കണം. അത് വളരെ ചെടികളുടെ വളർച്ചയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഒരു 5 to 10 ഗ്രാം, അതായത് ഒരു 5 തൊട്ട് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ലയിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഒരു 10 തൊട്ട് 14 ദിവസം വരെയുള്ള ഗ്യാപ്പിൽ നമുക്ക് ഒഴിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിനി 2 രീതിയിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ഒന്നിത് നമുക്കിത് കലക്കി, അതായത് 5 തൊട്ട് 10 ഗ്രാം എന്നുള്ള അളവിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം. അതായത് ഇറിഗേഷന്റെ ഒരു നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമല്ലോ, അതിന്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കാം. അതല്ലാതെ നമുക്കിത് ഫോലിയാർ സ്പ്രേ പോലെ, അതായത് നമ്മൾ സാധാരണ മറ്റേ ബോട്ടിലാക്കി സ്പ്രേയർ വെച്ച് തളിച്ചു കൊടുക്കത്തില്ലേ, അതുപോലെ തളിച്ചു കൊടുക്കാം. ഇതിനകത്ത് ഏതാണ് കൂടുതൽ എഫക്റ്റീവ് എന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ തന്നെ കലക്കി അതിന്റെ റൂട്ട്സിലേക്ക്, അതായത് അതിന്റെ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക. അതായത് ഒഴിച്ചു കൊടുക്കുമ്പം ആ ചെടി മുഴുവനായിട്ട് നനയുന്ന പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ ഒരു ഫോലിയാറായിട്ട് നമ്മൾ ചെയ്യുന്നതിന്റെ ഗുണവും അതുപോലെ തന്നെ അതിന്റെ റൂട്ട്സിലും ആവശ്യത്തിന് കിട്ടും. ഈ നമ്മൾ പറഞ്ഞല്ലോ, ക്ലോറോഫില്ല് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ക്ലോറോഫില്ലിന്റെ അളവ് കൂട്ടുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് ഈ മഗ്നീഷ്യം എന്ന്. ക്ലോറോഫില്ലിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ക്ലോറോഫില്ല് പ്ലാന്റ്സിൽ കൂടുമ്പോഴത്തേക്കും അതിന്റെ വേരിന്റെ വളർച്ച നന്നായിട്ട് കൂടും. വേരിന്റെ വളർച്ച കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചെടി നന്നായിട്ട് വളരും, പുതിയ മുളകൾ വരും, അതായത് പുതിയ കിളിർപ്പുകൾ വരും. അങ്ങനെ ചെടികൾക്കൊക്കെ നല്ല പച്ച കളറിലേക്ക് മാറും. വേഗം ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ വേഗം പൂക്കളിടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇനി നിങ്ങൾക്കറിയോ, നിങ്ങളുടെ കയ്യിലൊരു ഫംഗിസൈഡ് ഇല്ല, അപ്പം ആ ഫംഗിസൈഡിന്റെ പണിയും കൂടെ ശരിക്കും മഗ്നീഷ്യം സൾഫേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എന്ന് പറഞ്ഞാൽ ഒരു എക്സാക്ട് ഫംഗിസൈഡ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അതുപോലെയല്ല, പക്ഷെ എന്നാലും അവിടെ ഇവിടെയായിട്ട് തൊട്ടും തൊടാതെയും ഒരു ഫംഗിസൈഡൽ പ്രോപ്പർട്ടി കൂടി ഉള്ള ഫെർട്ടിലൈസിങ് ഏജന്റ് ആണ് മഗ്നീഷ്യം സൾഫേറ്റ്. അതായത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരിക്കലും ഒഴിച്ചുകൂടാനോ മാറ്റി നിർത്താനോ കഴിയാത്ത, തീർച്ചയായും ഉപയോഗിച്ചിരിക്കേണ്ട ഒരു ഫെർട്ടിലൈസർ ആണ് മഗ്നീഷ്യം സൾഫേറ്റ്. ഇനി മഗ്നീഷ്യത്തിന് മാത്രമല്ല, അതിനകത്തുള്ള സൾഫറും ഞാൻ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡറി ന്യൂട്രിയൻ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു ന്യൂട്രിയൻ്റ് ആണ്. ചെടികൾക്ക് അത്യാവശ്യമാണ്. ഈ സൾഫറും സെയിം പ്രോപ്പർട്ടിയാണ്. അതായത് സൾഫറിനും ഈ ക്ലോറോഫിലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും അതുപോലെ തന്നെ പുതിയ നോഡ്യൂൾസ്, അതായത് പുതിയ പുതിയ കിളിർപ്പുകൾ വരാനും, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സൾഫർ ഉപകാരപ്പെടുന്നത് ശരിക്കും ഈ പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലുമാണ്. അതായത് ചെടികളിൽ സീഡ്സ് ഉണ്ടാകുന്നതും അതിൻ്റെ കായ്ഫലം കൂട്ടാനും ഒക്കെയാണ് സൾഫർ ശരിക്കും കൂടുതലായിട്ട് ഉപയോഗപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും